ഇന്നിപ്പോൾ 2020 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 എംപിമാരും 100-ൽ താഴെ എംഎൽഎമാർ ഇപ്പോൾ അത്രയും പോലും ഉണ്ടാവില്ല. 0.3% വോട്ട് ഷെയറുമുള്ള ഒരു പാർട്ടിയായി CPM ചുരുങ്ങിയിരിക്കുക. എങ്ങോട്ടാണ് ഇവരൊക്കെ പോയത് എന്നുള്ളത് CPMന്റെ നേതാക്കന്മാർ നോക്കിയാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ആദ്യമായി ഒരു MLA BJPയിൽ ചേർന്നത് ആരായിരുന്നു? CPMന്റെ മാനസപുത്രൻ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനമായിരുന്നു ആദ്യം BJPയിൽ ചേർന്നത്. നായനാർ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ പിന്നീട് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. കേരളത്തിൽ ആദ്യമായി NDAക്ക് ഒരു MP ഉണ്ടായത് ഇടതു സഹയാത്രികനായ PC തോമസിലൂടെ. കേരളത്തിൽ ആദ്യമായി BJP ഒരു നഗരസഭ അധികാരത്തിൽ പാലക്കാട് വന്നത് ഇടതു മുന്നണി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി സംഘപരിവാരം അധികാരത്തിൽ വന്നത് ഇടതുകക്ഷികളുടെ പിന്തുണയോടെ VP സിംഗിന്റെ സമയത്ത്. ഇതൊക്കെ നടന്ന കാര്യങ്ങൾ. ബംഗാളിൽ CPM നേതാക്കളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ബംഗാളിലും ത്രിപുരയിലുമുള്ള CPM നേതാക്കൾ എവിടെയാണ് പോയത്? പണ്ടൊക്കെ നമ്മൾ പറയുന്ന ചില കഥകളുണ്ട് ഇവിടെയൊക്കെ വരുന്ന ബംഗാളികളെ കുറിച്ച്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അത്ര തരം താഴ്ന്ന കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി. UPയിൽ ഒരു കാലത്ത് 44 MLAമാരുണ്ടായിരുന്നതാ, MPമാരുണ്ടായിരുന്നില്ലേ? അവരൊക്കെ എവിടെയാണ് പോയത്? പഞ്ചാബിലുണ്ടായിരുന്നവർ. പഞ്ചാബിൽ ഒരു സമയത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിരുന്നു. മഹാരാഷ്ട്രയിലുണ്ടായിരുന്നില്ലേ? രാജസ്ഥാനിലുണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ ഇപ്പോൾ BJPയിലാണ്. പ്രിയപ്പെട്ട ശ്രീ സമ്പത്ത്, അവരെല്ലാവരും പോയി കഴിഞ്ഞു. CPMനെ സംബന്ധിച്ച് ഇപ്പോൾ നാഷണൽ പാർട്ടിയായി നിൽക്കണമെങ്കിൽ നിങ്ങൾ പെടാപ്പാട് പെടേണ്ടതായിട്ട് വരും. ആ സാഹചര്യത്തിൽ നിന്നിട്ടാണ് കോൺഗ്രസിൽ പോയല്ലോ, കോൺഗ്രസ് പത്മജ പോയല്ലോ, കോൺഗ്രസിൽ നിന്ന് അനിൽ ആന്റണി പോയല്ലോ എന്നൊക്കെ പറയുന്നത്. ഈ അനിൽ ആന്റണിയുടെയും പത്മജയുടെയും ജനസിൽപ്പെട്ടവർ പോയുന്നതുകൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിക്കുന്നില്ല. വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. BJP നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയും നേതാക്കൾ പോകും, ഇനിയും നേതാക്കൾ പോകും. ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞത് ഈ വിമർശനമാകുന്നതിന് കാരണം പറഞ്ഞു മുരളി എന്നയാളെ മുരളീജി എന്ന് വിളിക്കേണ്ടി വരുമല്ലോ എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അല്ല ശോഭ അതല്ലാതെ പിന്നെ എന്ത് പറയാനാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അനിൽ ആന്റണിയെ പോലുള്ള ഒരു വ്യക്തിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. ഇത്രയും പ്രഗത്ഭരായ നേതൃത്വ നിരയുള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് വന്നിട്ട് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് പത്തനംതിട്ടയിലെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ BJPക്ക് കഴിയുള്ളൂ. കാര്യം BJPയെ സംബന്ധിച്ച് BJP കേരളത്തിൽ വട്ടപൂജ്യമാണ്. ഇവിടെ അസംബ്ലിയിലുമില്ല പാർലമെന്റിലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്ക് എന്ത് പരീക്ഷണവും നടത്താം. അവർക്ക് കേന്ദ്രത്തിലെ ഭരണം വെച്ച് അവരുടെ അധികാരം വെച്ചിട്ട് പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഇതെല്ലാം BJPക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ആദ്യം സിന്ധുമോളുടെ പാർട്ടി, ആദ്യം ശോഭാ സുരേന്ദ്രന്റെയും സിന്ധുമോളുടെയൊക്കെ പാർട്ടി, K സുരേന്ദ്രന്റെ പാർട്ടി കുഴൽപ്പണ ഇടപാടിൽ BJPയുമായി ചേർന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അല്ലല്ല, ഇടയ്ക്ക് കയറി പറയല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇടയ്ക്ക് കയറി പറയല്ലേ സിന്ധുമോളെ, നിങ്ങൾ പറയാൻ അവസരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അനിൽ ആന്റണി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ സീറ്റ് കൊടുക്കും BJP. ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ ആതിഥ്യ മര്യാദയുള്ളവരെ ഞങ്ങൾ കൊടുക്കും. നിങ്ങളെ പോലെ ചവിട്ടുകയും അപ്പുറത്തുനിന്ന് പിടിച്ചു വലിക്കുകയും ഉണ്ടെങ്കിൽ ചേർത്ത് നിർത്തും. അതെ മഞ്ജുഷ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ പറയും. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അനിൽ ആന്റണിയെ പോലുള്ള സ്ഥാനാർത്ഥികളെ നിങ്ങൾ പത്തനംതിട്ടയിൽ നിർത്തണം. അത് നിർത്തുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സീറ്റ്, ഞാൻ വെല്ലുവിളിക്കുകയാണ്, കേരളത്തിൽ ഒരു സീറ്റ് പാർലമെന്റിൽ നിങ്ങൾ നേടൂ. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഈ കേരളത്തിൽ ഇവിടെ വന്ന് വർഗീയതയുടെ വിഷവിത്ത് വർഗീയതയുടെ വിഷവിത്ത് വാങ്ങിക്കൊണ്ട് BJP എന്ന ഫാസിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ കാലുകുത്താൻ മഞ്ജുഷ് ഇത് ശരിയല്ല കേട്ടോ. മഞ്ജുഷ് ഇത് ശരിയല്ല. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മുഴുവൻ കയറി നിങ്ങൾ സിന്ധുമോളെ കൊണ്ട് ഇന്റർഫിയർ ചെയ്യിപ്പിക്കായിരുന്നെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല. മഞ്ജുഷ് ചോദ്യം ചോദിക്കാൻ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ? ഇനി അവര് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഇല്ല, സമ്പത്തിന് ഒരു അവസരം കൊടുക്കുകയാണ്. സമ്പത്ത് എന്താണ് പറയാൻ വന്നത്? സമ്പത്ത്